ഇനി നമ്മൾ പോകുന്നത് കൽപ്പറ്റയിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലേക്കാണ്. ടൗൺഷിപ്പിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ടൗൺഷിപ്പിൽ നിന്ന് വണ്ടി ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ തന്നെ പണിയെടുക്കുന്ന എല്ലാ സാമഗ്രികളും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇറക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പണിയെടുക്കുന്നതെല്ലാം കാണാം. പിന്നെ മറിഞ്ഞു നിന്നിട്ടൊന്നുമല്ല പണിയെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പണിയെടുക്കുന്നതെല്ലാം നോക്കി നിന്നു. പണിക്കാർ കുറവാണെങ്കിലും പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ പൊടിയെല്ലാം ഉണ്ട്. കുറച്ച് വെയിലായതുകൊണ്ട് നമ്മൾ എത്തിയ സമയം ഒരു 11:30 സമയമാണ്. അതുകൊണ്ട് വെയിൽ കുറച്ചുണ്ട്. അപ്പോൾ വെയിലിൽ തന്നെ നമ്മൾ നടന്ന് കണ്ടു. നമുക്ക് ഇതാണ് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇതാണ് പണി പൂർത്തിയായ വീട്. എല്ലാവർക്കും കയറി കാണാൻ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇത് സൈഡിലുള്ള സ്ഥലം, നല്ല സ്ഥലമുണ്ട് ഇവിടെ. ഇതിങ്ങനെയാണ് സ്ഥലം വരുന്നത്. നല്ല ഏരിയ ഉണ്ട് ഓരോ വീട്ടിനും. നല്ല ഏരിയ ഉണ്ട്, നല്ല മതിലുണ്ട്. വശത്ത് നല്ല മതിലുണ്ട്, നല്ല റോഡും ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. ഒന്ന് മുകളിൽ പോയിട്ട് വരുന്നത്. മുകളിൽ അവിടെ ഫുള്ള് സെറ്റായി, സോളാറെല്ലാം സെറ്റായി, പണിയെല്ലാം കഴിഞ്ഞ് വിടാന്നത്. അപ്പുറത്തേക്ക് കാണുന്ന കാഴ്ച. റോഡിൻ്റെ സൗകര്യം എല്ലാം ഉണ്ട്. എല്ലായിടത്തും ഗ്യാപ്പും ഡ്രൈനേജ് എല്ലാ സൗകര്യമുണ്ട്. അപ്പുറം സൈഡൊക്കെ പോയാൽ കാണുന്ന കാഴ്ചയാണ്. ഇത്രയും നല്ല സംവിധാനത്തിലാണ് വീടുകൾ ഒരുക്കിയിട്ടുള്ളത്. നല്ല സൗകര്യമുണ്ട്. വീടിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഭയങ്കര തിരക്കല്ലോ. നല്ല കിടിലൻ സൗകര്യമാണ്. സൗകര്യമുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. ഇത്രയും നല്ല വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഗംഭീരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൗകര്യത്തോടു കൂടി വീടുകളാണുള്ളത്. പിന്നെല്ലാം കുറ്റം പറയുന്നവർ എന്താക്കണ്ടേന്ന് ആലോചിക്കുന്നത്. ഇത്രയും നല്ല വൃത്തിയിലാണ് പണിയുന്നത്. ഇത് വഴിയാണ് ഓരോ സ്ഥലത്തേക്കുള്ള ഇൻ്റർലോക്ക് ഭാഗന്ന പണി നടക്കുന്നുണ്ട്. ഇത് കറണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഏതാ ഇവിടെ എന്തോ വീടിൻ്റെ ആണോ അതിൻ്റെ പണി നടന്നുകൊണ്ടുണ്ട്. ഈ സൈഡെല്ലാം പൂർത്തിയായ വീടുകളാണ്. നല്ലോണം ആളിങ്ങനെ വന്നുകൊണ്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടില്ല. ഇത് 11:30 സമയം. ഇങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പുറത്ത് പണിയെടുക്കുന്ന പൊടിയെല്ലാം പറഞ്ഞിട്ടാണ് ഒരു കളർ കാണാത്ത അടിപൊളി ലാൻഡ്സ്കേപ്പാണ് നിർമ്മിച്ചിട്ടില്ലേ. കാണാൻ തന്നെ ഭയങ്കര മനസ്സിലേക്ക് ഓർമ്മയാക്കുന്നൊരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്.
സംഗതി ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, സേഫ്റ്റി മിറർ. ഡു യു നോ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ യുവർ സേഫ്റ്റി? എല്ലാ ഭാഗത്തും പണിയെല്ലാം തീർന്ന് നല്ല സെറ്റപ്പാണ്. കുറച്ച് പണി നടക്കുന്നുണ്ട്, പണിക്കാർ കുറവായിട്ട് എന്നാണ് പറഞ്ഞല്ലേ. നമ്മളെല്ലാവരും അവരൊക്കെ എവിടെ പോയി എന്നുള്ളത് ഒരുപക്ഷെ പിന്നീട് അവരുടെ കുടുംബങ്ങളിൽ നിന്നോ നാട്ടിൽ നിന്നൊക്കെ ആരും അന്വേഷിച്ച് വന്നാൽ മാത്രമേ അവർക്ക് മിസ്സിംഗ് കേസുകൾ മനസ്സിലാവുള്ളൂ. അപ്പൊ കൃത്യമായ മരണത്തിന്റെ എണ്ണം പോലും അറിയില്ലാത്ത ഒരു നാടിൽ ആണ് ഇനി കാണാൻ പോകുന്നത്.